മുമ്പ് ഇവിടേക്ക് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം വരുമ്പോൾ വലിയ നിലയിലുള്ള മാധ്യമ പട ഇവിടെ എത്താറുണ്ട്. പക്ഷെ ഇന്ന് അവരാരും എത്തിയിട്ടില്ല. അപ്പം അവർക്ക് ആവശ്യം നിങ്ങളെ കൊണ്ട് ചേഷ്ടകൾ നടത്തി അവർക്ക് റേറ്റിംഗ് കൂട്ടുകയായിരുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയായിരുന്നു അവരുടെ ആഗ്രഹമെങ്കിൽ ഇന്ന് അവരിവിടെ വരേണ്ടതായിരുന്നു. ഇന്ന് നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ കൈരളി മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. PRDയും ദൂരദർശൻ. അതെ ആയിരുന്നു, വലിയ ആവശ്യമായിരുന്നു. റേഷൻ കാർഡിന് വലിയ ആവശ്യമായിരുന്നു. അതുകൊണ്ട് അത് കിട്ടി. അതിന് സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. 18 വർഷക്കാലം കിടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ റേഷൻ കാർഡ് എല്ലാം അനുവദിച്ച് ഇങ്ങനെയൊക്കെ ഒരു നല്ല കാര്യം വന്നത് സന്തോഷമുണ്ട്. വലിയ സന്തോഷമായി. 20 വർഷം കൊണ്ട് ഞങ്ങളിവിടെ കഴിയുന്ന ഞങ്ങൾക്ക് ഒരു നീതി കിട്ടി. പിന്നെ നല്ല സന്തോഷമുണ്ട്. റേഷൻ കടയെല്ലാം ഇവിടെ വരണം. എൻ്റെ സമരജ, എൻ്റെ കൊച്ചമ്മോള സമരജ. ഭക്ഷണം ഉറപ്പാക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ദൗത്യമാണ്. വിശപ്പ് രഹിത പട്ടിണിയില്ലാത്ത കേരളം സൃഷ്ടിക്കാനാണ് ഞങ്ങളെല്ലാം പരിശ്രമിക്കുന്നത്. ആദ്യം അതിൻ്റെ ഭാഗമായിട്ട് അതിദരിദ്രരെ ആ ദാരിദ്ര്യാവസ്ഥ ഒഴിവാക്കിയെടുക്കുന്ന വലിയ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെങ്ങറയിലെ കുടുംബങ്ങൾ പല വിധത്തിലെ ഭൂമിയുടെ വിഷയവും വീടിൻ്റെ വിഷയവും ഭക്ഷണത്തിൻ്റെ വിഷയവുമെല്ലാം പല വർഷങ്ങളായി ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരത്തിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ നിന്ന് ആരംഭിക്കുന്നത്. എല്ലാ വിഷയങ്ങളും ഈ ഗവൺമെൻറ് കേൾക്കും. മുഖ്യമന്ത്രി ശ്രീ പിണറായി പ്രത്യേക നിർദ്ദേശം നൽകിയ അനുസരിച്ച് ഓരോ വകുപ്പും അവരവരുടെ ദൗത്യം നിർവഹിക്കുകയാണ്. MLA അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ജനപ്രതിനിധികളും കളക്ടറും അടക്കം അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും ഘട്ടം ഘട്ടമായി പരിഹരിക്കാമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ച പോലെ ഈ ഗവൺമെൻറ് ലക്ഷ്യം ഈ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ജനങ്ങളെ മുന്നോക്കാവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി പട്ടിണി അകറ്റുക, അവരുടെ വീടിൻ്റെ പ്രശ്നം പരിഹരിക്കുക, വൈദ്യുതിയുടെ പ്രശ്നം പരിഹരിക്കുക, അങ്ങനെ എല്ലാ വിഷയങ്ങളും പരിഹരിച്ച് ഘട്ടം ഘട്ടമായി ഈ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരെയെല്ലാം പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓണത്തിന് ഇങ്ങനെ മന്ത്രി നേരിട്ടിടപെട്ട് ഈ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും റേഷൻ കാർഡും കൊടുത്തത്. ഇത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഏറ്റവും ഒരു നല്ല കാര്യമായിട്ടാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. കേവലം റേഷൻ കാർഡ് കൊടുക്കുക, ഓണക്കിറ്റ് കൊടുക്കുക മാത്രമല്ല ഈ ചടങ്ങിൻ്റെ ഉദ്ദേശം. ഇവിടെ പറഞ്ഞതുപോലെ ഇവരെ ഒഴിപ്പിക്കാനായിരുന്നു മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ട് എങ്കിൽ, ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ ഉദ്യോഗസ്ഥരും ഭരണകൂടവുമെല്ലാം ഭയമില്ലാതെ ഇവർക്കിവിടെ ജീവിക്കാൻ ഇവർക്കൊപ്പമുണ്ട് എന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഒരു വലിയ ചരിത്രത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയെയും ഗവൺമെൻറ്റിനെയും അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ചെങ്ങറ സമരഭൂമിയിലേക്ക് മന്ത്രിയും പോലീസും ഡെപ്യൂട്ടി സ്പീക്കറും MLAയും ഒക്കെ എത്തിയത് ഉദ്യോഗസ്ഥരെല്ലാം എത്തുന്നത് അവരെ ഒഴിപ്പിക്കാനല്ല, പകരം അവരെ ചേർത്ത് നിർത്തുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജി T. ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.